നിങ്ങൾക്കറിയാം, ബിജെപിയുടെയും സിപിഎമ്മിന്റെയും സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ സിപിഎമ്മിന് ഏറ്റവും സാധ്യതയുള്ള ഫലങ്ങളിൽ പല സ്ഥലങ്ങളിലും ബിജെപിക്ക് ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിജെപിക്ക് ഏറ്റവും ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, അവരുടെ പ്രവർത്തനം ഏറ്റവും നന്നായി നടക്കുന്ന മണ്ഡലങ്ങളിൽ സിപിഎമ്മിക്ക് ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ അല്ല, ഇത് പാർട്ടികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇത് പിണറായി വിജയന് ബിജെപിയിലുള്ള അല്ലെങ്കിൽ മോഡിയോടുള്ള ഭയം കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് എന്നുള്ള കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് സിപിഎം അണികൾക്കാണ്. അതുപോലെ ബിജെപിക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ NDTV. അദ്ദേഹം മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. NDTV നാഷണൽ ചാനൽ, നാഷണൽ NDTVയിൽ ഒരു ഇന്റർവ്യൂ. ഞാൻ അത്ഭുതപ്പെട്ടു. സാധാരണ അങ്ങനെ കൊടുക്കാറില്ല പിണറായി വിജയൻ. ആ ടിവിയിൽ അഭിമുഖം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡിമാൻഡഡ് ഇന്റർവ്യൂ ആണെന്ന്. നിങ്ങൾക്കറിയാതെ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത ആരെയാണ്? ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്തത് രാഹുൽ ഗാന്ധിയെയാണ്. നിങ്ങൾക്കറിയാം, സാധാരണ ഇത്തരം ഇന്റർവ്യൂകൾ കൊടുക്കാത്ത ശ്രീ പിണറായി വിജയൻ NDTVക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? രാഹുൽ ഗാന്ധിയെ ബിജെപിയുടെ ഏജന്റാണ്. ആര്? രാഹുൽ ഗാന്ധി ബിജെപിയുടെ ഏജന്റാണ്. പിണറായി വിജയ മോഡിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാറ്, ഇന്ത്യയുടെ ഡാറ്റ മുഴുവൻ ചോർത്തിക്കൊടുത്ത് ചെറുപ്പക്കാരനെ ചതിച്ച നിങ്ങൾ, കൃഷിക്കാരനെ അമേരിക്കൻ കാർഷിക വിപണികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതിക്ക് ഫ്രീ ഹീറോ ചുങ്കം ചുമത്തിക്കൊണ്ട് ഇവിടുത്തെ കൃഷിക്കാരനെ ചതിച്ച നിങ്ങൾ, റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങാനുള്ള തീരുമാനം നടപ്പിലാക്കില്ല എന്നുള്ള കരാർ അമേരിക്കയ്ക്ക് വേണ്ടി ഒപ്പിട്ടു കൊടുത്ത നിങ്ങൾ, ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയോട് സറണ്ടർ ചെയ്ത പ്രധാനമന്ത്രിയാണ് നിങ്ങൾ. സറണ്ടർ ചെയ്തെന്ന് മോഡി അവിടെ ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പേര്. നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. നിങ്ങൾ 32 കേസെടുത്തു, പാർലമെന്റിൽ നിന്നും പുറത്താക്കി, വീട്ടിൽ നിന്നും പുറത്താക്കി. ഇപ്പോഴും ശക്തമായിട്ട് ഈ രാജ്യത്തെ തകർക്കാൻ, വിഭജിക്കാൻ ശ്രമിക്കുന്ന മോഡിക്കെതിരെ പിണറായി വിജയൻ ഒന്ന് രണ്ടാം ജന്മം ജനിക്കണ്ടേ മോഡിക്കെതിരെ അത്തരം ഒരു വാക്കൊന്ന് പറയാൻ ധൈര്യം കാണിക്കാൻ? പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കുന്നത് മോഡിക്ക് വേണ്ടിയിട്ടാണ്. ആ സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘപരിവാറിനും ബിജെപിക്കും മോഡിക്കും താല്പര്യം വരണമെങ്കിൽ അവരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കണം. ഇതാണ് അവരുടെ കണ്ടീഷൻ. ഇതേ വിജയൻ തന്നെ മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ വിജയനെ ഓർമ്മിപ്പിക്കുകയാണ്. നാക്ക് വാടക എടുത്തിട്ട് സംസാരിക്കരുത്. അപ്പൊ ബിജെപിക്ക് വേണ്ടി സ്വന്തം നാക്ക് വാടക കൊടുക്കുന്ന ആളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടാണ്. ബിജെപി ഒരു ഭാഗത്ത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. വട്ടിയൂർക്കാവിന്റെ പാരമ്പര്യം നമുക്കറിയാം. എത്ര ശാന്തമായിട്ടാണ് ഈ മണ്ണിൽ ജനങ്ങൾ ജീവിക്കുന്നത്. എല്ലാ സമുദായവും, എല്ലാ സമൂഹവും ഉണ്ട്. ആരാധനാലയങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസംഗിക്കുകയുണ്ടായി. ആറ്റുകാൽ പൊങ്കാലയിടുന്ന സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സഹോദരിമാർ വരുമ്പോൾ തൊട്ടടുത്ത ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വരുന്ന പുരോഹിതന്മാരും മുസ്ലിം ദേവാലയങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന മുസ്ലിം മത പണ്ഡിതരും. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളത് കൃത്യമായിട്ടും പാർലമെന്റിൽ പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു കാണുന്നു.